അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പഠിച്ചോനെ കാക്കണേ. മോളെ ചായ വെച്ചാടി, അതിന്റെ കൂടെ അരിയും കൂടെ അടുപ്പത്തിട്ടാളെ, അവക്ക് സ്കൂളിൽ പോകാനുള്ളതാ. ചായ ആയമ്മ, നിങ്ങൾക്ക് എടുക്കട്ടാ? ഞാൻ എടുത്തോളാ. മോളെ അവളുടെ സ്കൂൾ യൂണിഫോം കൂടി ഒന്ന് തേച്ചിട്ടാളാ, അവളിപ്പം കുളിയും കഴിഞ്ഞ് വരും, അല്ലെങ്കിൽ അതിന്റെ പേരിലൊരു തിരക്കായിരിക്കും. പൈക്കൾക്ക് പൊല്ലിട്ടോട്ടാ മോളെ സൈനു, ഉമ്മർക്ക് ആരോ വന്നിരിക്കുന്നത്, ആരാ ചെന്ന് നോക്കിക്കോളെ. ഉമ്മ ഇത് ആരെന്ന് നോക്കിയേ? ബാപ്പ വന്നിരിക്കുന്നു. ബാപ്പ എന്താ അന്യനെ പോലെ കരി വരിന്ന്? ഉമ്മ ഇങ്ങോട്ട് വരിന്ന്. അല്ല, ആരാ ഇത്? ഇല്ല പഠിച്ചോനെ, ഇങ്ങ അങ്ങാടിന്നാ വരുന്നേ? ഗൾഫിന്നല്ലേ? കോലം കണ്ടോണ്ട് ചോദിച്ചാ. വണ്ടിയൊന്നും കാണുന്നില്ലല്ല. സൗദി അറേബ്യയിലിപ്പോ ആൾക്കാരെ നടന്നാ വരുന്നേ? കജിലിട്ടുള്ളൂ. പെട്ടിയൊക്കെ കുടുംബത്തെ കൊണ്ടുപോയി കൊടുത്തു വരികയായിരിക്കും. അല്ല, ഇപ്പൊ അത് അഭിമാനം. ആകാശോടി പോകാൻ കണ്ടില്ലല്ലോ. ബാപ്പ ഇരിക്കുന്നു, ഞാൻ പോയി ചായ എടുത്തോണ്ട് വരാം. ഞാൻ കരുതി ഇങ്ങനെ നമ്മളൊക്കെ വിട്ടിട്ട് വേറെ പൊറുതിയായി കാണുന്നു. കൊല്ലം എത്ര കഴിഞ്ഞോന്നറിയോ നിങ്ങൾ വന്ന് പോയിട്ട്? ചെറിയ കുട്ടി സീനാർക്ക് 6 വയസ്സായി. അതിനൊന്ന് കാണാൻ പോലും നിങ്ങൾ വന്നില്ല. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ കൂടെ സ്വന്തം മോള് പോയിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. എന്ത് തോന്നി ഇപ്പൊ ഇങ്ങോട്ടും പോരാന്? ഉമ്മ നിങ്ങളൊന്ന് നിർത്തിയെന്ന്. എത്ര വർഷങ്ങൾക്ക് ശേഷാ ബാപ്പ വരുന്ന്. വന്ന് കേറി ഉടനെ തന്നെ തുടങ്ങി ഉമ്മാന്റെ പരമ്പുരാണം. ബാപ്പ ചായ കുടിക്കും. ഉമ്മ പറയട്ടെ മോളെ, എല്ലാം കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഞങ്ങൾ ജീവിച്ചിരിപ്പണ്ട, മരിച്ചാ നിങ്ങൾ തിരക്കിയ? ഞങ്ങൾ എങ്ങനെ ജീവിക്കണം നിങ്ങൾ അന്വേഷിച്ച? ബാപ്പ എന്ന് വരും എന്ന് ചോദിച്ച് നിങ്ങളെ കാണാൻ കൊതിയാ. എന്റെ കുട്ടികൾ ചോദിക്കുമ്പോ എന്ത് മറുപടി പറയണമെന്നറിയാതെ എന്റെ കൈവ് പെടുകയായിരുന്നു. ഒരു കത്തോ ഒരു ഫോണോ കൊണ്ട് പോലും ബന്ധപ്പെടാത്ത ബാപ്പ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നറിയാതെ എന്താണ് ഞാൻ ഈ മക്കളോട് പറയുക? ഐഷു, ഈ എന്നോട് പൊറുക്കണം. ഇന്നലെ രാത്രി വളരെ വൈകിയാണ് കൊച്ചിയിൽ വന്നിറങ്ങിയത്. ഇങ്ങോട്ടേക്കുള്ള ബസ്സില്ലായിരുന്നു. രാത്രി ബസ് സ്റ്റാൻഡിലിരുന്ന് നേരം വെളുപ്പിച്ചു. രാവിലത്തെ വണ്ടിക്ക് ഇങ്ങോട്ട് പുറപ്പെട്ടു. എനിക്ക് എന്നോട് ഒരുപാട് പറയാനുണ്ട്. ഇപ്പം വല്ലാത്ത ക്ഷീണാണ്. ഒന്ന് മേല് കാണിച്ചാൽ കൊള്ളാന്നുണ്ടായിരുന്നു. വാപ്പ, നിങ്ങൾക്ക് കുളിക്കാൻ വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നു. നിങ്ങൾ വന്ന് കുളിക്കുന്നു. ഞാൻ പോയപ്പോ തുടങ്ങിയതാണല്ലോ, ഇതുവരെ നിൽക്കാറായിട്ടില്ലേ? ഈ പാട്ടും പേറ്റും മനുഷ്യൻ ഒരു സൗകര്യം തരില്ല. തണുത്ത വെള്ളം ഉണ്ടെങ്കിലും എടുക്ക്. എന്താ ചൂട് പുറത്ത്. ഇങ്ങനെ പോയ കാര്യം എന്തായെന്ന് പറയും. വല്ല നടക്കോ? എന്താ ഈ മനുഷ്യൻ ഒന്നും മുണ്ടാത്തേ? എന്ത് മിണ്ടാനാ? കാര്യം നമ്മൾ വിചാരിക്കണ പോലെ നടക്കും എനിക്ക് തോന്നുന്നില്ല ഐഷ. അതെന്താ? നിങ്ങൾ കാര്യം പറയേ. നമ്മൾ ആവശ്യപ്പെട്ട പണം ഒരു തരില്ല. മൊത്തം 3 ലക്ഷം ഉറുപ്പ്യ തരും. അതും 10% പലിശക്ക്. ആദ്യത്തെ കുടിശ്ശിക ഓലും ഇങ്ങോട്ട് എടുക്കും, പിന്നെ ബാക്കിയുള്ളത് തരും. അതുകൊണ്ട് കാര്യം നടക്കുവോ? അവർക്ക് 1 ലക്ഷം ഉറുപ്പ്യ കല്യാണ ചെലവിനും 30 പവനും കൊടുക്കണ്ടേ? പിന്നെ കല്യാണ ചെലവ് വേറെ. സ്വർണത്തിന് ഇപ്പൊ എന്താ വില? ഒരു പവന് 20,000 ഉറുപ്പ്യയിൽ കൂടും. പിന്നെ അവരുടെ പണിക്കൂലിയും പണിക്കുറവ് എന്നിങ്ങനെ വേറെ. വല്ലാത്ത കാലാണ്. പെൺകുട്ടികളുള്ളൊരു തെണ്ടിപ്പോകും.
തെണ്ടേണ്ടി വരില്ല. ഞാൻ അതുകൊണ്ട് കൊടുക്കാൻ തീരുമാനിച്ചു. അത് ശരി, അതാ ഞാൻ പറഞ്ഞ അവസാനം പിച്ചെടുക്കേണ്ടി വരുമെന്ന്. അല്ല, എന്ത് കണ്ടോണ്ടാ കൊടുക്കാന്ന് പറഞ്ഞേ? എനിക്ക് പെൺകുട്ടികളെയും പിടിച്ചോണ്ട് റോഡിൽ ഇറങ്ങാന്നും വയ്യ. ഞാൻ ഇത് കൊടുക്കാൻ സമ്മതിക്കൂല. അതിന് എന്റെ സമ്മതമാണോ? ഇത് ഞാൻ ഗൾഫിൽ കിടന്ന് 22 വർഷം കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. ഇങ്ങൾ 22 വർഷം ഗൾഫ് കിടന്ന് എന്ത് ഉണ്ടാക്കിയെന്നാ? ഉണ്ടാക്കിയ മുഴുവൻ ഇങ്ങനെ പെങ്ങന്മാരും പെരക്കാരും കൊണ്ടുപോയില്ലേ? പിന്നെ ഉണ്ടാക്കിയ ഈ 15 സെന്റ് സ്ഥലവും കല്ലുകെട്ട് വീടും 2 പെമ്മക്കളും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇതും കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന കല്യാണം നടക്കുവോ? ഓർക്ക് പറഞ്ഞ തുക മുഴുവൻ കൊടുക്കാണ്ട് ഓര് ഈ കല്യാണത്തിന് സമ്മതിക്കുവോ ആയിഷുവോ? ഇങ്ങോട്ട് പെങ്ങന്മാരോട് ചെന്ന് ചോദിക്ക്. ഓൾക്ക് ഇങ്ങളെ ഭാര്യക്കോര് കൊടുത്തല്ലേ? ഓൾക്ക് നിങ്ങളെ സഹായിക്കാനൊക്കെ കഴിവുണ്ട്. ഞാൻ ഓരോരുത്തർ എന്ന് എങ്ങനെ ചോദിക്കും? ഓര് വിചാരിക്കൂലേ ഞാൻ കൊടുത്തത് തിരികെ ചോദിക്കാൻ വന്നാണെന്ന്? എന്നെക്കൊണ്ട് അതിന് വയ്യ. മാണ്ട, ചോദിക്കണ്ട. അതുപോലെ നോക്കോളി. ഭാര്യയും പെമ്മക്കളും കൊണ്ട് തെരുവിറങ്ങി ഇങ്ങൊക്കെ ഒരു കുഴപ്പമില്ല. ഈ ഗൾഫുകാർ മുയ്യ എങ്ങനെയാ? നാട്ടിൽ വരുമ്പോ പൊങ്ങച്ചങ്ങായിക്ക് എല്ലാവർക്കും എല്ലാം ഭാര്യക്കോരി കൊടുക്കും. പിന്നെ അവരുടെ മുമ്പ് താഴം വലിയ മടിയാ. നീ കിടന്ന് തുള്ളല്ല ഐഷു. ഓല് വരാൻ സമയായി. ഓല് വരുമ്പോ കൊടുക്കാൻ എന്തേലും എടുത്തു വെക്കാൻ പറ. അല്ല, സീനയോടെ ഓരോട് മാറ്റിക്കാൻ പറ. എന്തെടുത്ത് ഒരുങ്ങിയിരിക്കാനാ? അത് നിങ്ങൾ വന്നപ്പോ ഒന്നും കൊണ്ടുവന്നില്ലല്ലോ. ഗൾഫിൽ നല്ലൊരു നാട്ടുകാർ സഹായിച്ചോണ്ട് ഒരു ടിക്കറ്റ് എടുത്തതെന്നോടും ഇങ്ങളിങ്ങ് പോരയിലെത്തി. എല്ലാം ഞാൻ സമ്മതിക്കണ്. എന്റെ കൈ ഒരുപാട് തെറ്റ് വന്നിട്ടുണ്ട്. വീണ്ടും വിചാരില്ലാണ്ട് ഓരോന്ന് ചെയ്തു കൂട്ടി. അതാ അപ്പ അനുഭവിക്കുന്നത്. ഇങ്ങളെ കുടുംബത്തിന് കൊണ്ടുവന്നതിന്റെ ഒരു അംശം ഇങ്ങൾ എനിക്കും ഈ മക്കൾക്കും തന്നാ. 4 വർഷത്തിലൊരിക്കലാ വരവ്. കൊണ്ടുവരുന്ന പെട്ടി മുഴുവൻ പെങ്ങന്മാർക്കും ബാപ്പാന്റെ ഉമ്മാന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കും. പെട്ടി തുറക്കുന്ന ഓരല്ലായിരുന്നോ? ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയാലായി. പിന്നെ 6 മാസത്തിലൊരിക്കൽ 1000 ഉറുപ്പ്യ, അതും ബാപ്പാന്റെ പേരില്. പിന്നെ ബാപ്പാന്റെ വക ഒരു വലിയ ബാക്ക്. മോളെ ആയിഷു, എന്റെ മാപ്പിള 1000 ഉറുപ്പ്യ എനിക്ക് തരാൻ അയച്ചു തന്നിരിക്കുന്നു. സൂക്ഷിച്ചും കണ്ടും ചെലവാക്കണം കേട്ടാ. അതിന് അനക്കിവിടെ എന്തായിരുന്നു ഒരു കുറവ്? എന്ത് കുറവാണെന്ന് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാണ്ട് മുണ്ടാണ്ടിരുന്ന ഇങ്ങൾക്ക് നല്ലത്. എന്നോട് വെള്ളം എടുക്കാൻ പറഞ്ഞിട്ട് എത്ര നേരായി? ഇങ്ങനെ ആയാലും നിങ്ങൾ കുറെ വെള്ളം കുടിക്കും. ഇങ്ങോട്ട് വരേണ്ടിയതിലാണ് ഇപ്പൊ തോന്നുക. വല്ല കുബൂസും കഴിച്ച് അവിടെ തന്നെ കിടന്നാ മതിയായിരുന്നു. അവിടെ ആയിരുന്നെങ്കിൽ മനസ്സമാധാനം ഉണ്ടാകുമായിരുന്നു മനുഷ്യന്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. അല്ല, ഇതാര് മുസ്തഫേ? അന്ന കണ്ടില്ലല്ലോ കണ്ടില്ലോ എന്ന് നിരീക്ഷിച്ചിരിക്കുകയായിരുന്നു. ജി ബാ, ഇവിടെ ഇരിക്ക്. സമയം വേണ്ടേ? എല്ലാത്തിനും ഞാൻ തന്നെ വേണ്ടേ പോകാന്? ഞാൻ ഓലിയും കാത്ത് അങ്ങാടിയിൽ ഇരിക്കുകയായിരുന്നു. ഓല് വരുമ്പോ വിളിക്കാന്നാ പറഞ്ഞത്. ഇങ്ങളിപ്പോ ഈ ബൈക്കൊന്നും കാണാറില്ലല്ലോ. ചായ എടുക്കട്ടെ? മാണ്ട, ചായ ഇപ്പൊ പീടിന്ന് കുടിച്ചിട്ടുള്ളൂ. അല്ല, ഇങ്ങൾ ശങ്കരമംഗലത്ത് പോയില്ലേ? ഇങ്ങളെയും കാത്ത് ഇരിക്കുകയായിരിക്കും. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. കുറച്ച് പണം ആശുപത്രി ചെലവിന് കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. വിചാരിച്ചത്ര നടന്നില്ല. ഇത് ഗൾഫിലെ നല്ലതായ നാട്ടുകാരും സംഘടനകളൊക്കെ ഇങ്ങോട്ട് വരാൻ നേരം പിരിവെടുത്ത് തന്നതാ. ഏതായാലും ഇതൊരു നല്ല കാര്യത്തിന് ഇരിക്കട്ടെ. ഇത് ജാനകിയമ്മയോട് ഏൽപ്പിക്കുക. എന്നിട്ട് കുറെ കുറവുണ്ടെന്നും പറയാ. ആരും സഹായിക്കാനില്ലാത്തൊരു കുടുംബം. അവിടുത്തെ കാര്യം വലിയ കഷ്ടാ. ഒരു വരാൻ താമസിക്കണ്ടല്ലോ. 11 മണിക്ക് വരാന്നല്ലേ പറഞ്ഞിരുന്നത്. ഇപ്പൊ നേരം 12 മണിയായില്ലേ? നിങ്ങളൊന്ന് ബേജാറാകാതെ ഇരിക്കുന്നു. ഓല് പുറപ്പെടുന്നു ഇപ്പൊ വിളിച്ച് പറഞ്ഞിരുന്നു. ഇപ്പൊ എത്തും. ഹലോ ഹലോ, കട്ടയക്കണ്. റേഞ്ച് ഇല്ലാന്നാ തോന്നണത്. ഓലായിരിക്കും. ഈ അങ്ങോട്ടൊന്ന് വിളിക്കും മുസ്തഫ. റേഞ്ച് ഇല്ലാതെ എങ്ങനെ വിളിക്കാനാ കാതിർക്ക? ഹലോ ഹലോ, ആ ഞാനാണ് മുസ്തഫേന്. ഞാൻ ഇവിടെ ഉണ്ട്. നിങ്ങളിങ്ങോട്ട് വരില്ലേ? ഓക്കെ ഓക്കെ. ആ, ഓലാണ് വിളിച്ചത്. ഓലിപ്പം ഇങ്ങോട്ട് എത്തും. ഐഷോ ഐഷോ, ഓലിങ്ങോട്ട് എത്തി. ഈ ആ ചായയൊക്കെ റെഡിയാക്കി വെക്ക്. അസ്സലാമലൈക്കും. അലൈക്കും സലാം. വെരി വെരി ഇരിക്കി. ഇതാണ് ചെറുക്കൻ. ഇത് ചെറുക്കൻ്റെ ബാപ്പ. ഇത് ചെറുക്കൻ്റെ അമ്മാവൻ. ഇത് കാതർക്ക, പെണ്ണിന്റെ ബാപ്പ. കുറെ കൊല്ലം ഗൾഫിലായിരുന്നില്ലേ? എവിടെയായിരുന്നു?
സൗദിയില്. എന്റെ 2 മരുമക്കളും സൗദിയിലുണ്ട്. അറിയുങ്ങൾക്ക് അവർക്ക് അവിടെ വലിയ ബിസിനസ്സാ. അറിയില്ല. ഇനിയിപ്പോ കാര്യത്തിലേക്ക് കിടക്കാം. ഐഷു, ഈ മോളോട് ചായ കൊണ്ടുവരാൻ പറയേ. ഇനി ഓലിക്ക് എന്തെങ്കിലും സംസാരിക്കാണ്ടെങ്കിൽ സംസാരിക്കട്ടെ, നമുക്ക് അപ്പുറത്തേക്ക് മാറിയിരിക്കാം. ഇപ്പോഴത്തെ കാലല്ലേ, കുട്ടികൾ എന്താ വെച്ചാൽ മുണ്ടിയും പറഞ്ഞ് ചോദിക്കട്ടെ. എന്താ പേര്? എന്റെ പേര് സൈനു. എത്രല്ല പഠിക്കണേ? ഇപ്പൊ +2 കഴിഞ്ഞു. എനിക്ക് തന്നെ ഇഷ്ടായി. നിനക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതിപ്പോ തുറന്നു പറയാം. എങ്ങനെ തുടങ്ങണം, എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ആദ്യമായിട്ടാണ് ഒരാണിന്റെ മുമ്പിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നത്. നല്ല പേടിയുണ്ടേ. നിങ്ങളെ കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു, വലിയ തറവാടും പണവും ഒക്കെ ഉള്ളിടത്തു നിന്നാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റിയ പെണ്ണാണ് ഞാനെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ വളരെ പാവങ്ങളാ. എൻ്റെ ഉപ്പ കഴിഞ്ഞ 22 വർഷമായിട്ട് ഗൾഫിലായിരുന്നു. നിങ്ങളെപ്പോലെ ഒന്നും സമ്പാദിച്ചിട്ടില്ല. 16 വർഷം കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മുഴുവനും 4 പെങ്ങന്മാരെ അയക്കാൻ ചെലവാക്കി. പിന്നെ 6 വർഷം ജോലി ഇല്ലാണ്ടലിഞ്ഞു. അത് ഞങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം ഇല്ലാണ്ട് പോയി. അവസാനം മക്കൾക്കും ഭാര്യയ്ക്കും ഒന്നും നേടാനാകാതെ രോഗിയായപ്പോൾ വെറും കൈയോടുകൂടി ഒരു മടക്കയാത്ര. ബാപ്പ എപ്പോഴും പറയും, പെൺകുട്ടിയുടെ കല്യാണം കഴിപ്പിച്ച് അയച്ചാല് അല്ലാതെ പോരിഷ ഉണ്ടാവും. അതുകൊണ്ട് പെങ്ങന്മാർക്ക് കൊടുത്തതിൽ ദുഃഖമില്ല. അതുകൊണ്ട് എൻ്റെ മക്കൾക്കൊരു ദോഷവും വരത്തില്ല. പഠിച്ചവൻ വലിയവനാണ് എന്നൊക്കെ. ഞങ്ങളെ പഠിപ്പിച്ചതും വളർത്തിയതും എല്ലാം എൻ്റെ ഉമ്മയാണ്. എൻ്റെ ഉമ്മ പുറത്ത് ജോലിക്ക് പോയും പൈൻ്റെ പാല് വിറ്റുമാണ് ഞങ്ങൾ ഇത്രത്തോളം എത്തിച്ചത്. എൻ്റെ ഉമ്മയുടെ സ്വപ്ന എനിക്കൊരു ജോലി എന്നുള്ളത്. ഒരു ഗൾഫുകാരൻ്റെ ഭാര്യ ആയിരുന്നിട്ടും ഇന്ന് വരെ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റാതെ പോയൊരു സ്ത്രീ. ഒരു സ്ത്രീയുടെ എല്ലാ ആഗ്രഹങ്ങളും മോഹങ്ങളും ഉള്ളിൽ ഒളിച്ചു വെച്ച് മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ചവരാ എൻ്റെ ഉമ്മ. ഞങ്ങൾക്ക് ആകെ ഉള്ളത് ഈ വീടും ഇതിന് ചുറ്റുമുള്ള 5 സെന്റ് സ്ഥലമാണ്. അത് വിറ്റ് എന്നെ കെട്ടിക്കാനോളി നോക്കണത്. അവരെ തെരുവിലാക്കിയിട്ട് എനിക്കൊരു നിക്കാന് താല്പര്യമില്ല. ഞാനിപ്പോൾ 12ാം ക്ലാസ്സിൽ നല്ല മാർക്കോടെ പാസ്സായിരിക്കുന്നു. എനിക്കിന് മുമ്പോട്ട് പഠിക്കണം. എനിക്ക് നിങ്ങൾ ഇഷ്ടമാണ്. നിങ്ങൾക്ക് പണമാണ് ആവശ്യമെങ്കിൽ അത് ഞാൻ തന്നോളാം. പക്ഷേ എന്നെ നിങ്ങൾ പഠിക്കാൻ അയക്കണം. നിങ്ങൾക്ക് ഇബാദത്തും സൽസ്വഭാവിയായ ഒരു ഭാര്യ ആഗ്രഹിക്കുന്നെങ്കിൽ അപ്രകാരമുള്ള ഒരു ഭാര്യ ആയിരിക്കും ഞാനെന്ന് നിങ്ങൾക്ക് വാക്ക് തരുന്നു. എൻ്റെ ഉമ്മ നല്ലൊരു പെൺകുട്ടിയായിട്ട് എന്നെ വളർത്തിയിട്ടുള്ളത്. അതിനുവേണ്ടി അവരുടെ ജന്മം തന്നെ അവരെ അർപ്പിക്കുകയായിരുന്നു. എൻ്റെ ഉമ്മാൻ്റെ ആശ്രയവും പ്രതീക്ഷയും ഒക്കെ ഞാനാണ്. ഈ കപട ലോകത്ത് പെൺമക്കളെ വഴിപഴിച്ചു പോകാതെ ഒരു നിധി പോലെ രാവും പകലും കണ്ണിൽ എണ്ണ ഒഴിച്ച് വർഷങ്ങളോളം കാത്തു സൂക്ഷിച്ച മാതാപിതാക്കൾ ഒരു പെൺകുട്ടിയെ വളർത്തി വലുതാക്കുന്നത് അവസാനം